ഇവിടെ ഫുള്ള് പോകയാ. അയാൻ. ഗണേഷ്, അതെ, ഞാൻ തന്നെ. are you for real? Save me. Yes, I will. And I'm coming. പക്ഷെ അതുവരെ be a man and fight it out. ഒരിക്കലും മറക്കരുത് അയാൻ. That you are the beacon of hope. Promise me. Yes, Say, I promise. I promise. Now wait for a miracle, Ayan. I was wondering why you made this app. Seems like you made it for the wrong reason. Tejas, this meeting is over. Very sorry, Nidhi. I don't think your story is interesting. You're right, ma'am. എൻ്റെത് വെറും യൂഷ്വൽ ഓൺട്രപ്രണർ സ്റ്റോറി തന്നെയാണ്. ഗണേഷിൻ്റെ സ്റ്റോറിയാണ് മാം കേൾക്കേണ്ടത്. ഹീസ് എ റിയൽ ബ്രെയിൻ ബിഹൈൻഡ് ദിസ്. പ്ലീസ് മാം, ഹാവ് എ ലുക്ക് അറ്റ് ദിസ് പ്ലീസ്. ബ്രോ ഒന്ന് പെട്ടെന്ന് വരാം ചേട്ടാ. OTP ഒന്ന് തരുമോ? OTP 7253. ഇവിടെ ഇപ്പോൾ ഒരു സ്ക്രീൻ തന്നെ സൗണ്ട് റെനോവേഷന് വേണ്ടി ക്ലോസ്ഡ് ആണ്. നിങ്ങളുടെ ഏത് കമ്പനി? ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ. ഡൈമെൻഷൻ എന്നാണ് കമ്പനിയുടെ പേര്. ഞാനൊന്ന് മാനേജ്മെൻറ്റുമായി സംസാരിച്ച് നോക്കാം. സർ, ഈ റെനോവേഷൻ നടക്കുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അതിൽ ഏത് ടെക്നോളജി യൂസ് ചെയ്യുന്നത്? എന്തോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കൃത്യത അറിയില്ല. ആ രാജശേഖരൻ്റെ സെറ്റപ്പ്. രാജശേഖർ? ആ, അവരുടെ ഇവിടുത്തെ മിക്കവാറും തിയേറ്ററും ഹോം തിയേറ്ററും ഒക്കെ സൗണ്ട് ചെയ്യുന്നത്. ആണോ? സർ, ഈ രാജശേഖരൻ്റെ നമ്പർ ഒന്ന് തരാമോ? ആ, ആടൊരു പട്ടനാ. സൂക്ഷിച്ച് ഡീൽ ചെയ്യണം കേട്ടോ. സർ, ഇത് സ്വിച്ച് ഓഫ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, കുടിക്കാൻ ചായ മറ്റോ? ഓക്കെ, ഇപ്പോൾ വരാം. ചായ. സർ, ഇയാളാണോ രാജശേഖർ? ഇയാൾ പരിചയമുണ്ടോ? പുള്ളി ഇന്നലെ വന്നിരുന്നു ഇവിടെ. വന്നിരുന്നു. ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 കാണും. സർ, ഈ രാജശേഖരന് വല്ല അസിസ്റ്റൻസ് ഉണ്ടോ? അവരുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഹലോ, നീ ആ രാജശേഖരൻ്റെ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ടല്ല, അസിസ്റ്റൻ്റാ. എന്താ? ആ, എന്നാൽ നീയും നിൻ്റെ മുതലാളി ഇന്ന് ജയിലിൽ പോകും. എന്തിന്? നിങ്ങൾ പോലീസാണോ? അതെ. അവനിപ്പോൾ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ. എവിടെ? സാറിൻ്റെ ഫോണിൽ നിന്നല്ല മോഷണം പോയി. ഇപ്പോൾ ടെമ്പററി സിമ്മ. ആ നമ്പർ താ. സെൻഡ് ചെയ്യാം സാർ. പക്ഷേ സാറിപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? എങ്ങോട്ട്? ഡൽഹി. അവിടെ ഒരു വർക്കുണ്ട്. ഡൽഹിയോ? ഇന്നലെ രാജശേഖരൻ എവിടെയായിരുന്നു വർക്ക്? ഉച്ചയ്ക്ക് ഇൻസ്പെക്ഷനായിട്ട് വനിതാ തിയേറ്ററിൽ പോയി ഞങ്ങൾക്ക് അറിയാം. അതിനുശേഷം അവൻ കലൂർക്ക് എന്തിനാ പോയത്? ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു. ഇന്നലെ ഇൻഫോ പാർക്കിലെ വർക്കെന്നാണ് സാർ പറഞ്ഞിരുന്നത്. സർ, ഫുഡ് ഡെലിവറി ട്രാക്ക് ചെയ്തോ? That was the info park. കാക്കനാട് ഇൻഫോ പാർക്കോ? ഹലോ സർ, ഞാനുള്ളത് ഇൻഫോ പാർക്കിലാണ്. ഇൻഫോ പാർക്കിലോ? സർ, കോവിഡ് സമയത്ത് ഒരുപാട് വേക്കൻ്റായ ഓഫീസ് സ്പേസുകൾ അവിടെ ഉണ്ട്. അതിലൊന്നിലാണ് അവനുള്ളത്. എവിടുന്ന് കിട്ടി ഇൻഫർമേഷൻ? സർ, മോഹൻ കഴിഞ്ഞ 2 മാസമായിട്ട് രാജശേഖർ എന്ന് പറഞ്ഞ ഒരു സൗണ്ട് സ്പെഷ്യലിസ്റ്റിന്റെ ഓൺലൈൻ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ. സർ, ഇന്നലെ മുഴുവൻ മോഹൻ അയാളെ ഫോളോ ചെയ്യായിരുന്നു.
അയാനെ കിട്ടിയത് പ്ലേ സ്റ്റേഷൻ ഡിസ്ക് അല്ല സാർ, സോഫ്റ്റ്വെയർ കമ്പനീസ് ഇന്റർനെറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ഗെയിമിംഗ് ഡിസ്ക് ആണ്. ഓ ഒന്ന് വെച്ചിട്ട് പോടും ഇൻഫോ പാർക്ക്. സാർ ഹലോ, ഇൻഫോ പാർക്ക് സ്റ്റോപ്പ് ആഡ് ചെയ്തിട്ടില്ലയോ? ചേട്ടനെന്ന് പറഞ്ഞ വണ്ടി പിടിച്ചോ? ഞാനിപ്പോൾ അവിടം വരെ വന്ന വൺ ട്രാഫിക് ആയിരിക്കും ചേട്ടാ. പറ്റില്ല ചേട്ടാ, പറയല്ലേ, വേറെ വണ്ടി പിടിക്കാൻ സമയമില്ല. പ്ലീസ് ചേട്ടാ അത്ര അർജന്റ് ആണ്, പ്ലീസ്. ഓക്കെ ശരി, ഇത് ലാസ്റ്റ് ആണ് ചേട്ടാ. എനിക്ക് നാളെ എക്സാം ഉള്ളതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കില്ലേ. താങ്ക് യു. ചേട്ടാ പോവാ. ഹലോ. ഹലോ, ആ വക്കീലേ, ഇൻഫോ പാർക്കിലെ CEO നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ? എനിക്ക് അയാളെ വേണ്ടി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് വേണം. അർജന്റാ. ആണോ? ഞാനൊന്ന് നോക്കട്ടെ. നോക്കല്ല, ഐ നീഡ് ദ അപ്പോയിന്റ്മെന്റ്. അയ്യാൻ അവിടെയാ. ഓക്കെ, ഞാൻ അറേഞ്ച് ചെയ്യാം. ചെന്നാ മതി. ഓക്കെ. എടാ ഒരു വണ്ടി ഓടിക്കും, ഫോൺ എടുക്കുന്നത് ഈ വണ്ടി എവിടെയെങ്കിലും പോയി അടിച്ചിട്ട് വേണം എന്റെ മുറി കാറ് പോവാൻ. ലൈഫ് ലോങ് നാട്ടുകാരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരിക. സോറി, നോക്കി ഓടിക്കും. അപ്പൊ ഇതില് സിദ്ധൻ ഗണേശന്റെ അച്ഛനാണ്? മോർ ഓർ ലെസ്. ഇതിൽ സൂയിസൈഡ് അറ്റംപ്റ്റും ഗണേഷ് റിയൽ ലൈഫിൽ നടത്തിയതാണ് ആഫ്റ്റർ ഹിസ് ആക്സിഡന്റ്. അവിടെ നിന്ന് he came back and created this. Unbelievable. Yes. CEO ആയിട്ടൊരു അപ്പോയിന്റ്മെന്റ്. One second. Ganesh, where are you? Please save me. Impossible. ഇറ്റ് ഈസ് പോസിബിൾ സർ. ഈ രാജശേഖർ ഇന്നലെ ഇവിടെ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തതെന്ന് അത് മാത്രം അറിഞ്ഞാൽ മതി. Sorry, we mostly rent out spaces to different companies. I can't do it. സർ, ഇന്നലെ 10 മണിക്ക് 11 മണിക്ക് ഇടയ്ക്കുള്ള ഇവിടുത്തെ റിസപ്ഷൻ CCTV ഫുട്ടേജ് കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ലേ? That requires special permission. Sorry. Sir, there's a kid who's dying in here. Please, sir. I tried my best. I'm sorry, Ganesh. ഇയാളൊരു വലിയ സൗണ്ട് ബോക്സുമായിട്ടായിരിക്കും വന്നിരിക്കുക. നെക്സ്റ്റ് സൂമിങ്. സൂം. സ്റ്റോപ്പ്. I think this is all a figment of your imagination. നോ സർ, മോഹൻ വാസ് ട്രാക്കിംഗ് രാജശേഖർ. രാജശേഖർ ഇന്നലെ എവിടെ വർക്ക് ചെയ്തിരുന്നു? കുട്ടി അവിടെ തന്നെ ഉണ്ട്. I'm so sorry, I'm helpless. ഇറ്റ്സ് ഇൻ കലൂർ. ഇതിനെന്തൊരു പ്രത്യേകത ഉണ്ട്. കലൂരിൽ അത് സെയിം ഹോട്ടലിൽ ഇന്നലെ മോഹൻ പോയിരുന്നു. ഐ ഹാവ് ദ വിഷ്വൽസ്. ആ ഹോട്ടലിലോ തിയേറ്ററിലോ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ?
ഹലോ. ഹലോ, ഇത് നിധി ബുക്സ് എന്നാണ്. ആ ജയഗണേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഐഡിയ ഞങ്ങൾക്ക് മെയിൽ ചെയ്തിരുന്നില്ലേ നിങ്ങൾ? അതെ. ഞങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന് ഓഫീസ് വരെ ഒന്ന് വരാൻ പറ്റുമോ? ഒരു 9 മണി. ഞാൻ വരാം വരാം. ഓക്കെ, സീ യു ദെൻ. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു. പെട്ടെന്ന് ഞാൻ ബാലൻസ് പോയി. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. സോറി, ഒന്നുമില്ല കേട്ടോ. ഹലോ, അതല്ല, പിന്നെ ഈ നിധി. അതെ, ഞാനാണ്. അല്ല, നിധി ബുക്സ്. അതും ഞാനാണ്. എന്താ? അല്ല മാം, ഞാനാണ് ജയഗണേഷിൻ്റെ ഓത്തർ. എന്നോട് ഇവിടെ വരാൻ പറഞ്ഞല്ലോ. ആര്? അതിന് ഞങ്ങളിപ്പോൾ ബുക്സ് ഒന്നും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ. സോറി, എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. ഇതാരാ മോളെ? അമ്മയാണ് വിളിച്ചിരുന്നത്. ആൻറ്റി, ഞാനാണ് ജയഗണേഷിൻ്റെ ഓത്തർ. നിങ്ങളാണ് ഇതൊക്കെ വരച്ചേ? അതെ, ഇതാണ് ഹാർഡ് കോപ്പീസ്. മോളെ, ഇതാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത്. നോക്കി. ജയഗണേഷ് എന്ന കുട്ടിയാണ് ഹീറോ. മറ്റേ കുട്ടികളെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. കഥയൊന്നും പറയണ്ട. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. നീയാണോ തീരുമാനിക്കുന്നത്? തൽക്കാലം ഞാനാ തീരുമാനിക്കുന്നത്. വയ്യാത്ത ആളെ ഇവിടെ വരെ വരുത്തി ബുദ്ധിമുട്ടിച്ച്. ഒരു മോനെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഇറ്റ്സ് ഓക്കെ മാം. എൻ്റെ ആ പുസ്തകങ്ങളൊക്കെ ഒന്ന്. ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ട്. ഇതിവിടെ വെക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. സോറി ഫോർ വേസ്റ്റിംഗ് ഔർ ടൈം. ഇട, നീ ഇത് നോക്കിയോ? നോക്ക്, നിന്റെ അച്ഛൻ്റെ അതേ വരാ. നോക്ക്, തുമ്പിയുടെ ലാസ്റ്റ് ലക്കത്തിൽ അച്ഛൻ ഇതുപോലൊരു സംഭവം വരച്ച ഓർമ്മയുണ്ടോ? വെള്ളത്തിൻ്റെ കാര്യം വലിയ പ്രോബ്ലമാണ് സാർ. എല്ലാ ടവറിലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാത്തിനും ഉണ്ട്. അതെ, ഞാൻ ഓൾറെഡി 4 ദിവസം മുന്നേ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു. അത് ഞാൻ വേണ്ട രീതിയിൽ നോക്കിക്കോളാം. ശരി. ഓക്കെ. എന്റെ ഈ ബർത്ത്ഡേക്ക് എനിക്കൊരു സൂപ്പർമാൻ ഡ്രസ് വേണം. ഓക്കെ ഡൺ. അവന് ചെറിയ കോൾഡ് ഉണ്ട്. സിനിമയ്ക്കൊക്കെ പോണോ? നോ, ഐ ആം ഫൈൻ അമ്മ. ഓക്കേ, അമ്മ പോട്ടെ. നീ തണുത്തൊന്നും കഴിക്കല്ലേ. താൻ ഇവിടെ എവിടെയോ ഈ മുങ്ങി നടക്കുന്നത്? പറഞ്ഞ കാര്യം എന്തായി? ഹേ ഹീറോ. അയാൻ, ഹായ്. നീരാളി മീഡിയ ഇല്ലേ, അതിലത്തെ സ്റ്റാഫാ. ഈ വീക്കെൻഡ് ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെയാണ്. ആണോ? ഞാൻ എൻ്റെ നാട്ടിൽ പോവാ. ഹീറോ, എന്റെ പുതിയ കൊട. ഹായ്. പുതിയ അംബ്രല്ല കൊള്ളാലോ. അയാൻ, നമുക്ക് ഇറങ്ങണ്ടേ? ഇന്ന് 150 കിലോമീറ്റർ സ്പീഡിൽ പോണം കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ നീരാളിയിൽ ന്യൂസ് ആയിട്ട് വരുമോ? അതിന് ഓവർ സ്പീഡിന് സാറിന് പിഴയല്ലല്ലോ, നാട്ടുകാർക്കല്ലേ പിഴ. എന്നാ ശരി, എന്നാ നമുക്ക് പോവാം. വെയിറ്റ്. അയാൻ, എന്താ? കീപ് ദിസ്. മഴ വരുന്നുണ്ട്. എനിക്ക് വേണ്ട. വെച്ചോളൂ, ഇറ്റ്സ് ഫൈൻ. അയാൻ, കം ഷൂ ഇപ്പോ സ്റ്റാർട്ട് ചെയ്യും. സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. പക്ഷെ ഏതൊരാപത്തിനെയും പ്രതിരോധിക്കാൻ തക്ക ഒന്നിനെ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ജയഗണേഷ് ഗ്രാമത്തിലെ വളരെ ശാന്തനായ കുട്ടിയാണ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തം. ഐ തിങ്ക് ഹി ഹാസ് എ സ്കിൽ. വളരെ റെയർ ആയിട്ടുള്ളൊരു സ്കിൽ. നമുക്ക് ഒരുപാട് കേസുകളിൽ ഉപകാരപ്പെടും. ബട്ട് ഹി ഹാസ് ടു അഗ്രി. അവന് കൂട്ടുകാരില്ലാതായി, ആരുമില്ലാതായി. എല്ലാവരും അവനെ കളിയാക്കി. ഒടുവിൽ അവൻ അവിടെ എത്തി, സിദ്ധ കിണറിനടുത്ത്. ജയഗണേഷിനെ ഏതോ ഒരു ശക്തി ആ കിണറിലേക്ക് മറിച്ചിട്ടു. അവൻ ആഴങ്ങളിലേക്ക്.
ഇത്ര വലിയ ബൈക്കറാവണമെന്നായിരുന്നു അവൻ. ഞാനറിയാതെ കോളേജിൽ പഠിക്കുമ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് പോയതാ. തീരുമാനം. ചെറുക്കൻ ഡസ് പഠിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി. ഭാഗ്യത്തിന് നാട്ടുകാർ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അവനെ ആ കിണറിൽ എത്തിക്കുക എന്നത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി. ആ നാടിൻ്റെ വരൾച്ച തപസ് ചെയ്ത് മാറ്റി ആ കിണറിൽ മറിഞ്ഞ സിദ്ധൻ ജയഗണേഷിന് അവൻ്റെ ജന്മരഹസ്യം ഓതിക്കൊടുത്തു. ഞാൻ മാക്സിമം അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. വാട്ടർ തെറാപ്പി പഠിപ്പിച്ചു. കാലില്ലെങ്കിലും വെള്ളത്തിൽ നീന്താവും. പിന്നെ ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൾട്ടിമീഡിയ പഠിക്കാനും വിട്ടു. കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് കയറി എത്തിക്കൽ ഹാക്കിങ്ങോ സൈബർ സെക്യൂരിറ്റിയോ ഒക്കെ പഠിച്ചു. അവിടെ ഒന്നിൻ്റെയും അവസാനമായിരുന്നില്ല, പുതിയൊരു ജയഗണേഷിൻ്റെ തുടക്കമായിരുന്നു. ഫൈറ്റ് ചെയ്യട്ടെ. ബാക്കിയുള്ള നാടിനെ ആക്രമിക്കാൻ പൈശാചിക ശക്തികൾ ഉടലെടുത്തു. ശത്രുക്കൾ അവൻ്റെ മുന്നിൽ ചാരമായി. പാർവതി, അമ്മ, സംഭവം പൊളിച്ചു. വെറും ഒരു കോമിക്കിനപ്പുറത്ത് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. വെരി ഡീപ് യെറ്റ് വെരി കൊമേഴ്ഷ്യൽ. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അമ്മ ഒരു കാര്യം ചെയ്യ്, അയാളെ ഒന്നുകൂടെ ഒന്ന് വിളിക്കേ. അത് നീ തന്നെ അങ്ങ് വിളിച്ചാൽ മതി. ഞാനിനി അയാളെ എങ്ങനെ വിളിക്കാനാ? അമ്മ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തെ? സപ്പോർട്ടോ? 2 സ്റ്റാർട്ടപ്പുകൾ പൊട്ടി. ഇപ്പതാ തുമ്പി ആപ്പും പൊട്ടാൻ നിൽക്കുന്നു. അമ്മ പേടിക്കണ്ട. ഗിവ് മീ 6 months. ഈ ആപ്പ് ഒന്ന് ക്ലിക്കായ വിതിൻ 3 months മിനിമം 50 കോടിയെങ്കിലും ടേൺ ഓവർ ഉണ്ടാക്കും നമ്മള്. അതുപോലെ അമ്മ ഡോണ്ട് വറി. മാം, ഓഫീസിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കേസ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എൻ്റെ പുതിയ കഥയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഇതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിച്ചു. സ്ട്രെയിറ്റായ ഒരു കാര്യം പറയാം. ഇതുപോലെ പല കേസുകളിലും ഗണേഷിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കേസിലും എനിക്ക് എവിഡൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റുന്നേ. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ക്ലയൻ്റ് ഉണ്ട്. അവരുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ലീക്കായിട്ടുണ്ട്. അത് ഡീപ്പ് ഫേക്ക് ആണെന്ന് ഗണേഷിന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? മാം, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അയ്യോ, വെറുതെ വേണ്ട. ഞങ്ങൾക്ക് നല്ല പേയ്മെൻറ്റ് തരാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്കൂടെ? അല്ല ഗംഗേട്ടാ? എടാ, വക്കീലിനെ പോലെ ഒരാൾ ഒന്നും കാണാൻ നിൽക്കുന്നത് പറയൂ. നീ നോക്ക്. എന്ന് നോക്കാനാ? പറ്റില്ല പറഞ്ഞില്ലേ മാം? യു മേ ലീവ്. ഓക്കെ, ഗണേഷിൻ്റെ ഇഷ്ടം. എടാ, ആരോടാ നീ ദേഷ്യം തീർക്കുന്നത്? അവസരങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. അവസരം, കുന്തം, അതൊക്കെ 8 കൊല്ലം മുന്നേ തീർന്ന. എനിക്ക് വിഷമമില്ലെന്നാണോ നീ പറയുന്നത്? നമുക്ക് സമാധാനിക്കാനേ പറ്റൂ. നീ ഇങ്ങനെ ആയത് ഒരു വിധിയാണെന്ന് വിചാരിക്കാം. എങ്ങനെയായത് പറ. എങ്ങനെയായത്? പറ. I'm a bloody handicapped guy who's lost in life. ഒരു പെണ്ണെന്നെ സ്നേഹിക്കില്ല. എനിക്ക് ശരിക്കുള്ളൊരു സുഹൃത്തില്ല. You know why? എനിക്ക് എല്ലാവർക്കും എന്നോട് സിമ്പതി മാത്രമാണ്. ഇതുകൊണ്ട് എന്നത് വെറുതെ വിടാച്ചാ നിങ്ങളെ പറ്റുന്നില്ല. ഹലോ. അതെ, നമുക്കിത് സീരിയൽ റോബറി ആക്കിയാലോ? എന്ത്? ഐ മീൻ സെയിം പാറ്റേൺ റോബറി കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നു. നോ ഫിംഗർ പ്രിന്റ്, നോ CCTV, ഓൾ ബ്ലാക്ക് മണി. പോലീസിന് മനസ്സിലാവുന്നില്ല ഇതൊരു സീരിയൽ റോബറി ആണെന്ന്. പക്ഷേ ജയഗണേഷ് ഇത് ക്രാക്ക് ചെയ്തു. ഹൗസ് ദാറ്റ്? അത് കൊള്ളാം. ഇത് വർക്കാവും. ആഞ്ഞു പിടിച്ചോ. എപ്പോഴത്തേക്ക് സ്കെച്ച് റെഡിയാവും? ഞാനതിൻ്റെ ജോലിയിലാണ്. ഇത് തന്നെയാണോ രാത്രി മുഴുവൻ പണി? എനിക്ക് ഡ്യുവൽ ലൈഫ് ഉണ്ട്. രാവിലെ ഗ്രാഫിക് ഡിസൈനർ, രാത്രി പാർട്ട് ടൈം ഡിറ്റക്റ്റീവ്. എൻ്റെ അമ്മോ, എന്നിട്ട് എത്ര കേസ് തെളിയിച്ചു? കേസ് ഞാൻ ഉടനെ തന്നെ ഒരെണ്ണം തെളിയിക്കും. കാണണം? കാണണം.
അപ്പോൾ കൊണ്ട് കുറച്ച് പണിയുണ്ട്. ഹലോ സൈബർ സെൽ. കോരപ്പത്ത് ജ്വല്ലറിൽ ഇന്ന് നടന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവം എന്നല്ല. പല ഡിസ്ട്രിക്റ്റിലായി 12 റോബറി ഇതുവരെ നടന്നിട്ടുണ്ട്. വാട്ട്? ദാറ്റ്സ് ഇസ് പാറ്റേൺ. നോർമലി ഇന്റർ ഡിസ്ട്രിക്ട് സീരിയൽ ക്രൈംസ് അത്ര പെട്ടെന്ന് പോലീസിന് റഡാറിൽ പെടില്ല. ഓൾസോ അയാൾ ഡിസ്ട്രിക്ട് റിപ്പീറ്റ് ചെയ്യാറില്ല. കണ്ണൂരിലെ MP ഹൗസ്, തിരുവനന്തപുരത്തെ കറപ്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് ഓഫീസ്. പൈസ പോയവർക്ക് ബ്ലാക്ക് മണി ആയതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്ത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ അടുത്ത ടാർഗറ്റ് തൃശ്ശൂരിലെ ഒരു കുറി കമ്പനിയാണ്. ഇത് തോട്ടത്തിൽ ഫിനാൻസ്, ഓർപ്പണപ്പുറം കുറീസ്. നിങ്ങളാരാണ്? കൊച്ചിയിലെ കോരപ്പത്ത് ജ്വല്ലറിയിലടക്കം 12 വലിയ മോഷണങ്ങൾ നടത്തിയ വടക്കേപ്പുറത്ത് രാജനെ തൃശൂർ വെസ്റ്റ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. തൃശൂരിലെ തോട്ടത്തിൽ ഫിനാൻസിൽ സമാനമായ രീതിയിൽ കവർച്ച നടത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. CCTVയിൽ ദൃശ്യങ്ങൾ പതിയുന്നില്ല, ഫിംഗർ പ്രിന്റ് ഇല്ല, കൂട്ടുപൊളിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ ഈ മോഷണങ്ങൾ നടത്തുന്നത് എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യം. ജ്യോതി, ആ വടക്കേപ്പുറത്തെ രാജന്റെ ബാക്ക് സ്റ്റോറി റൺ ചെയ്തോ? ഇല്ല, ഗ്രാഫിക്സ് ഇപ്പോൾ വന്നേ ഉള്ളൂ. വെരി ഗുഡ്. ഇനി അത് കൊടുക്കണ്ട. സർ, അതൊരു ജെനുവിൻ സ്റ്റോറിയാണ്. അയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ഇന്നലെ മോഷ്ടിക്കാൻ കയറിയത്. അതല്ല, അയാളല്ല കള്ളൻ. ഇതേ മോഡസ് ഓപ്പറണ്ടിയിൽ ഇന്നലെ പണപ്പുറം കുറീസിൽ ഒരു മോഷണം നടന്നു. ഫിംഗർ പ്രിന്റും ഇല്ല, CCTV ഇല്ല, ഒരു പുല്ലും ഇല്ല. അപ്പൊ ആ വാർത്ത കൊടുത്താലോ? വേണ്ട. പകരം ശിഥിലമായ കുടുംബജീവിതം കാരണം ആത്മഹത്യക്ക് ശ്രമിച്ച പ്രശസ്ത നടന്റെ ഭാര്യ കൊടുക്കും. ആരാ സർ അത്? അത് വായനക്കാര് തെണ്ടികളൊക്കെ ഊഹിച്ചെടുക്കട്ടെ. മാം, ഇന്നലെ തൃശ്ശൂരിൽ നടന്നതാണ് ഞാൻ പറഞ്ഞ യഥാർത്ഥ റോബറി. പക്ഷേ പോലീസ് പിടിച്ചത് ഏതൊരു പാവത്താനെയാണ്. പാവോ? കക്കാൻ ചെന്നിട്ടല്ലേ അയാൾ പോലീസ് പിടിച്ചത്? മാം, അത് റോബറി അറ്റംപ്റ്റ് മാത്രമാണ്. സോറി മാം, അത് റോബറി അറ്റംപ്റ്റ് ആണ്. പക്ഷെ അയാൾക്കെതിരെ അയാൾ ചെയ്യാത്ത 12 കേസസ് ആണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. വക്കീലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഗണേശ, നമുക്കിതിലൊന്നും ചെയ്യാനില്ല. ദിസ് ഇസ് ഗോൺ ടോട്ടലി ഔട്ട് ഓഫ് ഹാൻഡ്. ഇങ്ങനെ ഇമോഷൻസ് വെച്ചുകൊണ്ട് മാത്രം ചിന്തിക്കില്ല ഗണേഷ്. ബി പ്രാക്ടിക്കൽ. ഗണേഷ്, ഗ്രേറ്റ് റോബർ സ്റ്റോറി വർക്ക് ആവും. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. വിളിച്ചപ്പോൾ പറഞ്ഞല്ലേ ഞാൻ. ജസ്റ്റ് ക്യാൻസൽ ഇറ്റ്. ഇനി ജയഗണേഷിന്റെ കഥയൊന്നുമില്ല. വൈ? ബിക്കോസ് യു ഫൂൾ. അതാണ് സത്യം. എന്നത് റിയലൈസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. That's it. We have to do this. അനൗൺസ് ചെയ്താലേ നമ്മള്. അതല്ലെങ്കിൽ എനിക്ക് കൺവിൻസിംഗ് ആവുന്ന ഒരു റീസൺ നീതാ. ജസ്റ്റ് റിലാക്സ്. ചിലപ്പോൾ വേറൊരു വലിയ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഒന്ന് കൺഫേം ആവട്ടെ. ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ? I am the beacon of hope. ആയിക്കോട്ടെ. Hero, it's my birthday. ഹാപ്പി ബർത്ത്ഡേ. പോലെ മാറാൻ വൈകുന്നേരം പാർട്ടി ഉണ്ട്, വരില്ലേ? അല്ല, എനിക്ക് കുറച്ച് പണി നീ പോ. അയ്യോ, വരണം പ്ലീസ്. ഹെവി പ്ലീസ്. Why are you always so upset? എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയ ഫസ്റ്റ് ആ കാല് ശരിയാക്കി തരും, അറിയോ? ഹീറോ, I still believe in miracles. ഹലോ സീരിയൽ റോബറി നടത്തിയ ആളെ കുറിച്ച് ഇൻഫർമേഷൻ തന്ന ആളാണ് ഞാൻ. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്ത് മിസ്റ്റേക്ക്? ഇന്നലെ പണപ്പുറം കുറീസിൽ മോഷണം നടത്തിയ ആളാണ് യഥാർത്ഥ പ്രതി. സാർ, അവിടെ കസ്റ്റഡിയിലുള്ള ആള് ഇന്നസെന്റ് ആണ്. നിങ്ങളാരാ? അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ കേസെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്കൊക്കെ തമാശ കളിക്കാനുള്ളതാണ് സൈബർ സെൽ. വെച്ചിട്ട് പോടും. ഞങ്ങളൊന്ന് വെളിയിലേക്ക് ഇറങ്ങുക. നീ രാത്രി പാർട്ടിക്ക് വരില്ലേ? നിങ്ങൾ പോയിക്കോ, ഞാനില്ല. Happy birthday, Ayan.
എല്ലാവർക്കും കൊടുക്കാൻ. എന്താടോ ഇവിടെ തനിച്ചിരിക്കുന്നത്? അങ്ങോട്ട് വാ. ഒന്നുമില്ല സാർ. ആക്ച്വലി നിങ്ങളെപ്പോലത്തെ ആൾക്കാരെല്ലാവരും മെയിൻ സ്ട്രീമിലേക്ക് കയറി വേണം. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തുതരും. എല്ലാം നമുക്ക് ശരിയാക്കാം. അല്ലേടോ? പിന്നല്ലാണ്ട്. ആ നടക്കട്ടെ. എൻജോയ് ദ പാർട്ടി. ആ നല്ല ടേസ്റ്റാ. അമ്മ ഞാൻ ഇപ്പൊ വരാട്ടോ. ആയാ ഹീറോ 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 നിന്നെ ദാ ഗച്ചാ ഐ ന്യൂ യു വുഡ് കം. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ? ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ നോക്കട്ടെ. ആ എനിക്കിത് മതി. ശരി, ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പോട്ടെ. പോവാതെ. എന്താ ഇത്? നിനക്ക് വാശി കൂടുന്നുണ്ട്. നിന്റെ ഫ്രണ്ട്സ് ഒപ്പം കളിച്ചുകൂടെ? ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ഗിഫ്റ്റും തന്നില്ല. ശരി, എന്താ വേണ്ടേ? ലെറ്റ്സ് റേസ്. ധൈര്യമുണ്ടോ? ശരി, വാ. യെസ്. റെഡി ടു ലൂസ് ഹീറോ? നിനക്ക് ഈ ബർത്ത്ഡേ ദിവസം തന്നെ തോൽക്കണല്ലേ? ഞാൻ തോക്കില്ല. ഐ ആം സൂപ്പർമാൻ. ശരി, വാ. റെഡി? റെഡി 1 എന്താ നിധി? രാവിലെ പറഞ്ഞ സംഭവം വർക്ക്ഔട്ടായി. വൺ ബ്രേക്ക് ത്രൂ. ഉമാമൂർത്തിക്ക് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഏത് മൂർത്തി? മൂർത്തി ഗ്രൂപ്പ് ചെയർമാൻ. നാളെ നമുക്ക് ട്രിവാൻഡ്രം വരെ പോയി മാഡത്തിനെ ഒന്ന് കാണണം. ഞാൻ വരണോ? പിന്നെ ഗണേശല്ലേ ഇതിന്റെ USP. ഷുവറായും വരണം. നാളെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം. ഗണേഷ്, ഐ ഫീൽ സംതിങ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ നാളെ കാണാം. MLA പ്രസാദ് പുത്രന്റെ മകനെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി. കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്ന് കുട്ടിയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്കിടെയാണ് സംഭവം. ഞങ്ങളുടെ റിപ്പോർട്ടർ സംഭവം നടന്ന ഫ്ളാറ്റിൽ നിന്ന് ചേരുന്നു. രോഹിണി, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 7 മണി മുതൽ CCTV വർക്ക് ആകുന്നില്ല സർ. ആരോ കട്ട് ഓഫ് ആക്കിയതാണെന്ന് തോന്നുന്നു. പ്രസാദ് സാർ എവിടെ? മുകളിലുണ്ട്. സാർ, ഇയാളാണോ സംഭവം കണ്ടെന്ന് പറഞ്ഞേ? അതെ സാർ. വണ്ടി നമ്പർ KL7AV 9513. പിന്നെ അയാളുടെ കയ്യിലൊരു ടാറ്റു ഉണ്ടായിരുന്നു. തനിക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? യെസ് സാർ. നിങ്ങൾ ഒറ്റരുത്തന് ഇതിനൊക്കെ കാരണം. എനിക്ക് അവനെ തിരിച്ചു വേണം. എനിക്ക് അവരെങ്കിലും വേണം. ഒറ്റ മണിക്കൂർ കൊണ്ട് അവനെ പൊക്കും. ഫോഴ്സിലുള്ള ദി ബെസ്റ്റ് പോലീസ് ഓഫീസേഴ്സ് ഉള്ള SITയെ ഈ കേസിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞു. അവരിപ്പോൾ തന്നെ പണി തുടങ്ങി. എല്ലാ ചാനലും ലൈവ് പോകുന്നുണ്ട്. ഇയാളാണോ വിറ്റ്നസ്? ഗണേഷ്, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവിടെ കണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സാറിപ്പോൾ വരും.
അവിടെ വെയിറ്റ് ചെയ്തു. അതെ, ഇങ്ങോട്ടിരുന്നോ. സർ, കിഡ്നാപ്പർ വെഹിക്കിൾ ഫ്ലാറ്റ് കോമ്പൗണ്ട് പാസ് ചെയ്തത് അറൗണ്ട് 8:15 ആണ് സർ. 8:22 പാലച്ചോട് ക്യാമറ വണ്ടി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ സമയം തന്നെ എടുക്കും ആ ഏരിയ കവർ ചെയ്യാനുള്ള നോർമൽ ടൈം. പ്രസാദ് പുത്രൻ. ഐ നോ സർ. ദിസ് ഈസ് യുവർ ഫസ്റ്റ് വൈസ് കിഡ് അല്ലേ? അതെ, ഹാൻഡ് നോ റാൻസം കോൾസ് യെറ്റ്. ലെറ്റ്സ് വെയിറ്റ്. സുരേഷ്. യെസ് സർ. 8:22 പാലച്ചോട് ക്യാമറ പാസ് ചെയ്ത വണ്ടി സെസ് ക്യാമറ പാസ് ചെയ്തിട്ടില്ല സർ. സെർച്ച് ഇസ് ഓൺ സർ. പാലച്ചോട് പാർമട സൈഡിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവരുടെ കാർ കിട്ടിയിട്ടുണ്ട്. അകത്താരുമില്ല. ഓവർ. ആ സെയിം സ്പോട്ടിൽ വേറൊരു വണ്ടി പാർക്ക് ചെയ്തിട്ടായിരിക്കും ആളെ കിഡ്നാപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഡു യു ഹാവ് എനിത്തിങ് വഫ? ആ വെഹിക്കിൾ അല്ലാതെ വേറൊരു ക്ലൂ നമുക്കില്ലല്ലോ സാർ. വി ഹാവ് ടു ഫൈൻഡ് അനദർ വേ. മിസ്റ്റർ ഗണേഷ് അല്ലേ? യെസ് സർ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ പേഴ്സൺ? സർ, അയാൾ മാസ്ക് ധരിച്ചിരുന്നു. യെസ്. കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ. Get the sketch artist. Sir. And how soon can you get it? Sir, ചോദിക്കാം സർ. സർ, എനിക്ക് സ്കെച്ച് ചെയ്യാൻ പറ്റും. Great. Even better. Can we find this guy with some AI support? ഞാൻ അയാളുടെ കണ്ണുകൾ കണ്ടതാണ്. AI ക്യാമറയിൽ പ്രോപ്പർ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സെസ്സൊക്കെ മണിക്കൂറിൽ ആയിരക്കണക്കിന് വണ്ടി പാസ് ചെയ്യുന്ന സ്ഥലം. ഓരോ വണ്ടി ഇതുപോലെ മോണിറ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ല, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ സാർ. നടക്കട്ടെ. സാർ, വേറെ സർ, ഈ സ്കെച്ച് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. സർ, ബോസ്. ഇയാളാണ്. ഇറ്റ്സ് ഹിം. ആർ യു ഷുവർ? കയ്യിലെ ടാറ്റു ക്ലിയർ അല്ല, ബട്ട് ഐ ആം ഷുവർ ഇറ്റ്സ് ഹിം. കലൂരിൽ ആ സമയത്ത് 2 വണ്ടി പാസ് ചെയ്തിട്ടുണ്ട്. ഓവർ. കാക്കനാട് ടവർ ലൊക്കേഷൻ വരുന്ന എല്ലാ സിഗ്നൽസും സെൻഡ് ടു മീ റൈറ്റ് നൗ. ക്വിക്ക്. ഈ പറയുന്ന കാറാണെങ്കിൽ രാത്രി 12 മണി വരെ സിറ്റി മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. ഫൈനൽ സ്റ്റോപ്പ് ചേർത്തലക്ക് അടുത്താണ്. Where was the first stop? സോ ബിറ്റ്വീൻ M0 ആൻഡ് കലൂർ ക്യാമറാസ് അയാൾ 32 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നോർമലി നൈറ്റ് നമുക്ക് അത്ര സമയം വേണ്ടല്ലോ. ഈ നൈറ്റ് അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ബ്ലോക്കും ആവാലോ. Or he could have met someone else in between. After MG Road? Sir, MG Road നിന്ന് വൈറ്റില. From the sea, back to Kakinad again. അവിടെ നിന്ന് പാലാരിവട്ടം റൂട്ടിലൂടെ ചേർത്തല. MG Road to വൈറ്റില 29 minutes. And from there to ചേർത്തല 58 minutes. What was this bugger doing? ഇനിയാണ് നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഡ്രൈവ് ചെയ്തതെന്നും ഡൗട്ടുണ്ട് സർ. എന്തായി സാർ? ശ്രമിക്കുന്നുണ്ട്. Give us some more time. നേരം പുലരുന്നു സാർ. ഡു സംതിങ്. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ബയോമെട്രിക് സ്കാനാണ്.
ബട്ട് റിസൾട്ട്സ് സ്കാറ്റേഡ് ആവാനേ ചാൻസ് ഉള്ളൂ. എൻ്റെ കുഞ്ഞാണ് അവിടെ. സർ, ആ ഓൾട്ടകർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വേറെ ട്രേസസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓവർ. സർ, ഡീഫേക്ക് AI ഇമേജ് പ്രോസസ്സിംഗ് അൽഗോരിതമുള്ളൊരു ഫോട്ടോ എഡിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഫേസ് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇമേജ് പ്രോസസ്സിംഗ് മോഡൽസ് പൊതുവേ വർക്ക് ചെയ്യുന്നത് ഒരാളുടെ ഫേഷ്യൽ ജോമെട്രി ബേസ് ചെയ്തിട്ടാണ്. ലൈക്ക് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐസ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഫോർഹെഡ് ടു ചിൻ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സർ, ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. റെറ്റിനൽ അനാലിസിസ്. കണ്ണിന്റെ സിമെട്രി അനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്രിമിനൽ ഡേറ്റാബേസിന്റെ പ്രോബ്ലം ലിസ്റ്റ് സെൻഡ് ചെയ്യും. മാം, ഇപ്പോൾ വരാം. മാം, കുറച്ച് മാത്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മൂക്കിൻ്റെ മെഷർമെൻറ്റ് പ്രൊപ്പോർഷണൽ അല്ല. ബട്ട് മാസ്ക് ഉള്ളതുകൊണ്ട് ലിപ്പ് പെൻസിൻ ചിലപ്പോൾ പ്രശ്നമാവും. റിസൾട്ട്സ് ഇൻപുട്ട് ഡേറ്റ് ആയിട്ട് മാച്ച് ആവുന്നില്ല. വെൽക്കം ബാക്ക് ടു ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. അവർ നെക്സ്റ്റ് കോളർ ഈസ് ഓൺലൈൻ. ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ വിശേഷമൊക്കെ? ഹലോ. நல்ல விஷயம்தான், ரொம்ப நல்ல விஷயம். என்டையர் கேரளாக்கு இன்னைக்கு ரொம்ப நல்ல நாளாக அமைய போகுது. யாரும் மறக்க முடியாத அளவுக்கு ஒரு பாடத்தை கற்றுக் கொடுக்க போகிறேன். സർ. സർ, എന്തായി ഗണേഷ്? അയാൾ ഇങ്ങനെ ആവാനാ സാധ്യത. സർ, ദ കിഡ്നാപ്പർ ഈസ് ലൈവ് ഓൺ FM. கிட்னாப் ஆனது எம்எல்ஏட புள்ளன்றதுனால போலீஸ் அவங்களோட டியூட்டியை கரெக்டாக பார்த்துட்ருக்காங்க. அது எப்படி திடீர்னு 1 மணி நேரத்தில் ஒரு SIT ஃபார்ம் பண்ணி இருக்கிற பெஸ்ட் ஆஃபீஸர்ஸ் எல்லாம் அங்கே அசைன் பண்ணிட்டீங்க? குட் ஜாப் பிரசாத் புத்ரன். സർ, പ്ലീസ് ബി കാം. ആവേശത്തിലൊന്നും ചെയ്യരുത്. ஜஸ்ட் லிசன் டு மீ, ஓகே? என் பேர் மோகன் செல்வராஜ். ஞாபகம் இருக்கா பிரசாத் புத்ரன்? நீ கோடிக்கணக்கில் பணம் கொள்ளையடிச்சிருக்காங்க. ஆனால் அதனால அவனுக்கு எந்த பிரயோஜனமும் இல்லை. குடிக்க தண்ணி கூட கிடைக்காம உன் புள்ள தவிச்சு சாவ போகிறான். என் பொண்ணு சுவாசித்த காற்று தான் உன் புள்ளையும் சுவாசிக்க போகிறான். அதானே நியாயம்? என்ன, உன் கண்ணு முன்னால் உன் புள்ள சாக போகிறான், அதை நீ பார்க்க போகிற. I have 12 hours பிரசாத் புத்ரன். முடிஞ்ச காப்பாற்றிக்க. குட் பை. Sir, that's him. Do you know this guy?
ഞാൻ പറഞ്ഞ സ്ഥലം. അഴുക്ക് മുഴുവനും കൊണ്ടിടുന്ന സ്ഥലം. രാത്രിയാവുമ്പോൾ ഭയങ്കര പുകയാ, ചുമച്ച് ഉറങ്ങാൻ പറ്റില്ല. ആ, ഞാൻ എൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തി തരാം. അച്ഛാ, ഇതാണ് എൻ്റെ അച്ഛൻ മോഹൻ സെൽവരാജ്. അച്ഛൻ്റെ വിചാരം അച്ഛനാണ് ദ ബെസ്റ്റ് കുക്കെന്ന്. പക്ഷേ ഫുഡൊക്കെ ശോക. ഞാൻ പോസിറ്റീവല്ലോ. ഞാൻ പോസിറ്റീവ്. ഞാൻ പോസിറ്റീവല്ലോ. സ്കന്ദപുരത്തെ അയാളുടെ വീട്ടിൽ നിന്നാണ് മോഹൻ FM-ലേക്ക് വിളിച്ചിരിക്കുന്നത്. ഷാൽ വി പ്രൊസീഡ് സർ? That man sounds dangerous. Don't take him lightly. Take all precautions. Sir. Sir, Va. there's more. He has been going live on YouTube for last 6 months. What the hell? MLA പ്രസാദ് പുത്രന്റെ മകനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ദുരൂഹത തുടരുന്നു. അതേസമയം താനാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് FM സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ തമിഴ്നാട് സ്വദേശി മോഹൻ ശെൽവരാജിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഈ മോഹൻ എന്താ വല്ല സൈക്കോ ആണോ? MLA ചെയ്തതിന് മോഹൻ എന്ത് പഠിച്ചു? ഞാനെന്ത് ചെയ്യാനാ? പാർട്ടിയല്ലേ, ഒരുപാട് പേര് വരും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ കയറ്റി വിടണമെന്നാണ് MLA പറഞ്ഞത്. ആര് പറഞ്ഞാലോ ചെയ്യാൻ പാടില്ലായിരുന്നു. ഫ്ലാറ്റ് മുഴുവൻ മീഡിയക്കാരാ. അവനാണ് ഒരേ ഒരു വിറ്റ്നസ്. ഇന്നലെ രാത്രി പോലീസിൻ്റെ കൂടെ പോയതാ, പിന്നെ ഒരു വിവരമില്ല. എന്താടാ ഇവന്മാർക്ക് കുറച്ച് കോമൺ സെൻസ് കാണിച്ചൂടെ? മീഡിയാസ് ആണെന്ന് പോലും. ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചത്താണ് ക്യാമറ വെച്ചേക്കണം. കിഡ്നാപ്പേഴ്സ് ആണെങ്കിൽ മിനിറ്റിന് സൗകര്യത്തിന് അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട്. ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ്. Is he live now? ബ്ലാങ്ക് സ്ക്രീൻ ആണ് സർ. കേസിന്റെ വിധി വന്ന് ഒരാഴ്ച കഴിഞ്ഞ് അന്ന് തൊട്ട് ലൈവ് ആക്റ്റീവ് ആണ് സർ. മകളുടെ യൂട്യൂബ് ചാനൽ ത്രൂ തന്നെയാണ് സ്ട്രീം ചെയ്യുന്നത്. That's twisted. യെസ് സർ. പിന്നെ ആൾ വന്നിരിക്കുന്നതിലൊക്കെ ഡിസ്റ്റർബ്ഡും ആണ്. പഴയ വീഡിയോസ് കാണിച്ചേ. യെസ്. അച്ഛാ, അച്ഛന് കേരളയാണോ ഇഷ്ടം തമിഴ്നാടാണോ ഇഷ്ടം? ഒന്ന് ജന്മം തന്ന സ്ഥലം, ഇന്നൊന്ന് ജീവിതം തന്ന സ്ഥലം. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പോ. എല്ലാവരും ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം. MLA പ്രസാദ് പുത്രൻ്റെ അളിയനായിരുന്നു ഈ സ്കന്ദപുരംകാരൻ. അന്ന് ഇതിൻ്റെ പേരിൽ കുറെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഇവൾക്ക് ഇനി വയ്യ. ഈ മണ്ണിൽ തന്നെ ഇവളുടെ അമ്മ ഉറങ്ങണത്. പ്രസാദ് പുത്രൻ ചെയ്യുന്നത് അഴിമതി മാത്രമല്ല, ക്രൂരതയാണ്. ഇയാൾ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ. അതെ, മോളുടെ മരണശേഷമുള്ള വീഡിയോസ് കൂടുതലും തമിഴാണ്. Some kind of personality disorder? സരാസരി മനുഷ്യർക്കല്ല, ഈരത്തി കുച്ചി മാതിരി. பிறந்த நாள்லேருந்து சமூகம் அவனை உரைச்சிட்டே இருக்கும். ഇയാൾക്ക് റിലേറ്റീവ്സ് ആരുമില്ലേ? നോ സർ. കോയമ്പത്തൂരിലൊരു ഓർഫനേജിലാണ് ഇയാൾ ജനിച്ചതും വളർന്നതൊക്കെ. This guy has completely lost his mind. മിസ്റ്റർ മോഹൻ, നിങ്ങളുടെ നഷ്ടം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ മകളുടെ മരണത്തിൽ എനിക്ക് നേരിട്ട് ഒരു ഉത്തരവാദിത്വമില്ല. എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. അമ്മോ, എന്താ അമ്മോ? അമ്മോ, അമ്മോ, അവിടെ അമ്മോ, അമ്മോ ഇവിടെ നോക്ക്. അമ്മോ, അമ്മോ, துயில் தோகையே நொடி நேரத்தில் கண்மூடினாயதாய செய்ய போவே நீயே என் தோளிலே துயில் தோகையே தடுமாறுமா விழி மூடுமா என் ஜீவன் பாழமா മോഹൻ സെൽവരാജ് ചെന്നൈയിലെ ജോലി സ്ഥലത്ത് വെച്ച് കൊച്ചിക്കാരിയായ ബിന്ദുവിനെ പരിചയപ്പെടുന്നു. ബിന്ദുവും
മോഹന്റെ മകളും മരിക്കുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ കാരണമാണ്. ഈ സ്കന്ദപുരം പദ്ധതി ഇതുപോലെ എത്ര ജീവിതങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ടാവാം. ഈ മോഹൻ ചെറുപ്പത്തിൽ കുറച്ചു കാലം മെന്റൽ അസൈലത്തിലായിരുന്നു. ഓർഫനേജിൽ വളരുന്ന കുട്ടികൾക്കുണ്ടാവുന്ന യൂഷ്വൽ ട്രോമ. പിന്നെ ഇതിന്റെ സിംറ്റംസ് ഒന്നും കാണിച്ചിട്ടുമില്ല. Sir, we are almost there. Okay, sir. ഒന്ന് വേഗം വിടൂ. இந்த அப்பா பிள்ளை சொந்தம் இருக்கே, இது எவ்வளோ அழகான ரிலேஷன்ஷிப் தெரியுமா? பொண்ணுக்காக என்னெல்லாம் பண்ணி வச்சுருந்தேன் தெரியுமா? ஒரு சேவிங்ஸ் அக்கௌண்ட் ஸ்டார்ட் பண்ணேன். அவள் காலேஜ் போகிறான். அப்புறம் இன்சூரன்ஸ் எடுத்தேன். நான் செத்துட்டேன்னா அவளுக்கு கல்யாணம் நடக்கணும் இல்லை. நானே இதெல்லாம் பண்ணி வச்சிருக்கேன்னா, பிரசாத் புத்திரன், நீ உன் பிள்ளைக்கு என்னெல்லாம் பண்ணி வச்சிருப்ப. உன்னோட பவர், பதவி, அதிகாரம் இதெல்லாம் வச்சிருந்தோம் உன் புள்ள உயிரோட கிடைக்க மாட்டான். இது இவ்வளோ இருந்தும் உன் பிள்ளைய காப்பாற்ற முடியலன்ற வேதனையிலேயே நீ வாழணும். இந்த வழியிலேயே நீ சாகணும். இதுதான் நான் அவனுக்கு கொடுக்குற தண்டனை. കുട്ടിയുടെ എന്തെങ്കിലും പ്രൂവ് ചെയ്യണം. സെർച്ച് ചെയ്യണം. ഇവിടെ ഒന്നും കിട്ടില്ല സാർ. Babu, take it. Can't access. അപ്പോൾ ആവശ്യമില്ലാത്ത പരിഭ്രാന്തി വേണ്ട. കുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പിന്നെ ജനങ്ങളോട് ഞങ്ങൾക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ എത്രയും വേഗം ഞങ്ങളടുത്ത് റിപ്പോർട്ട് ചെയ്യും. പിന്നെ മീഡിയ, ലെറ്റ്സ് കോഓപ്പറേറ്റ് ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ ദിസ് ടുഗദർ. താങ്ക് യു. തന്റെ മരണം ഉൾപ്പെടെയെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതിനു ശേഷമാണ് മോഹൻ ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും അയാളുടെ ധൈര്യവും. ഡിവോഴ്സ് ആയിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. മരുന്നിൻ്റെ എഫക്റ്റ് ഒരു 5-6 മണിക്കൂർ കാണും. അവളൊന്ന് ഉറങ്ങട്ടെ എന്തായാലും.